മാച്ച് കഴിഞ്ഞ് ആകെ ഡെസ്പായിട്ടിരിക്കുക. റൂണി, ഇത് പോസ്റ്റ് മാച്ച് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. പറയാൻ പറ്റുപോയി, പോസ്റ്റ് മാച്ച് വീഡിയോ ആണ് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പൂനെ FC. ഓക്കെ റൂണി, ചോദ്യം, നമുക്ക് ഇത് 1 point ഗെയിൻ ആണോ അത് 2 point ലോസ്റ്റ് ആണോ? 2 point ലോസ്റ്റ് ആണ്. കാരണം എന്നാ? കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു എവേ മാച്ച് ആയിരുന്നു. അതൊന്നാമത്തെ കാര്യം. പക്ഷേ എന്നാലും 2 point ലോസ്റ്റ് ആണ്. 2 point ലോസ്റ്റ് കാരണം എന്നാണ്? കാരണം നമുക്ക് എന്തോരം ചാൻസുകൾ കിട്ടി, അതിലൊന്നും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എങ്കിലും എനിക്ക് നമ്മുടെ സെക്കൻഡ് ഹാഫിലെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് തോന്നിയപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കേസ് ഫറൂഖിൻ്റെ കേസ് എക്സ്പീരിയൻസ് കുറവുള്ള പ്ലെയറാണ്. ലൈക്ക് ഫറൂഖും അവർ ഓപ്പോസിറ്റ് ടീമിൽ ഗോൾ കീപ്പറും തമ്മിൽ 1-1 വന്നപ്പോഴേക്കും ഹെഡർ അല്ലേ അത്? ഫറൂഖ് ഹെഡല്ല ചെയ്ത്, ചെസ്റ്റിന് തട്ടി കൊടുക്കുക, ചെസ്റ്റിന് റൈറ്റ് ഷോൾഡർ കൊണ്ട് തട്ടിയിടുക ചെയ്ത്. ഞാൻ റീപ്ലേ കണ്ടപ്പോഴത്തേക്കും ചെസ്റ്റിന് തട്ടുന്നതാണ്. കാരണം ഞാൻ ഹെഡറാണോ കണ്ട്? ആണോ, ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ പക്ഷേ സത്യം പറഞ്ഞ ഒരു മണ്ടത്തിലാണ് അത്. സത്യം പറഞ്ഞ തട്ടി ജസ്റ്റ് സൈഡിലേക്ക് ഹെഡ് ചെയ്ത് തരുന്ന ബോളാണ്. നേരെ നമ്മള് ഇന്റർനാഷണൽ മാച്ചസ് കാണുന്നത് നേരെ താഴത്തേക്ക് ഹെഡിയണം. ടൈമിംഗ് തെറ്റും ഗോളി. ഇത് ഗോളിക്ക് അങ്ങനെ ഒന്നുമില്ല, ഗോളി ഡൈവ് ചെയ്താണ്. എന്നാലും ഗോളിയുടെ കയ്യിലേക്ക് നേരെ വന്ന് ഡൈവില്ലായിരുന്നു ഗോളി. എന്തായാലും അത് ജസ്റ്റ് അടിയിലേക്ക് പമ്പ് ചെയ്തിരുന്നെങ്കിൽ അടിയിലേക്ക് എഡിയുന്ന ഗ്യാപ്പിൽ ടൈമിംഗ് തെറ്റി ഗോൾ ഡൈവ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത്. ഫാറൂഖിന്റെ എക്സ്പീരിയൻസിന്റെ അത് നെക്സ്റ്റ് ഗെയിമിലൊക്കെ ഓരോ എക്സ്പീരിയൻസ് വേണം നമുക്ക്. പ്ലേയേഴ്സിന് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസിന്റെ ഒരു കുറവ് ഫാറൂഖിന്റെ ഒന്നാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ജർമ്മൻ ഇറങ്ങിയ ടൈം എന്ന് വെച്ചാൽ ജർമ്മന്റെ കല്ല് ബോൾ കിട്ടുന്ന പോലുമില്ല. ഇരിക്കുന്നില്ല. ലൈക്ക് സാധാരണ ബോൾ സ്പ്രിന്റ് ചെയ്ത് പോകുമ്പോഴേക്കും ജർമ്മന്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടതേ, ജർമ്മനി ഇങ്ങനെ കളിക്കാത്ത കാലിന്റെ രണ്ടിന്റെ ഇടയിൽ ബോൾ വരും. കാലിന്റെ രണ്ടിന്റെ ഇടയിൽ ബോൾ വരുന്നു. സാധാരണ പ്ലേയേഴ്സ് ആകുമ്പോഴത്തേക്കും ബോൾ ടാപ്പ് ചെയ്ത് ഫ്രണ്ടിൽ വരുന്ന ബോൾ ജർമ്മന്റെ കാലിന്റെ നടുക്ക് വരുന്നു. കാലിന്റെ രണ്ടിൽ നിന്ന് നടുക്കായാലും കുഴപ്പമില്ല, ബോൾ ഇത്തിരി ഫ്രണ്ടിലാണെങ്കിൽ ഹി ക്യാൻ ലൈക്ക് ഇൻഫൂട്ട് ഔട്ട്ഫൂട്ട് ഉപയോഗിക്കുക. ഇത് ഇൻഫൂട്ട് മാത്രം ഉപയോഗിക്കുള്ളൂ എന്ന് ഉറപ്പല്ല. ലെഫ്റ്റ് ഫൂട്ടിന്റെ ഇൻഫൂട്ടിൽ മാത്രമേ ജർമ്മൻ കളിക്കുള്ളൂ എന്ന് ബാക്കിയുള്ളവർക്കൊക്കെ ഉറപ്പാണ്. ഉറപ്പിച്ച രീതിയിലുള്ള കളിയാണ്. അങ്ങനെ ബോൾ ഇങ്ങനെ നടുക്ക് വരുന്നുണ്ട്, പിന്നെ കാലില് ബോൾ ഇരിക്കുന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് സെക്കൻഡ് ഹാഫിൽ ജർമ്മന്. പക്ഷെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോ രണ്ടാമത്തെ സ്കോർ ചെയ്തത് നമ്മൾ റാഫിയെ സബ് ഇറക്കിയതാണ് ഏറ്റവും വലിയ അബദ്ധമായി പോയത്. കാരണം പക്ഷേ റാഫി 90 minutes പിടിച്ചു നിൽക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. റാഫിക്ക് 90 minutes പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്റ്റാമിന ഇല്ല. ബട്ട് എങ്കിലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ അവസാനമായപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഹെഡ് ചാൻസസ് ആയിരുന്നു എല്ലാം കണ്ടിരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളപ്പോൾ റാഫിനെ മാറ്റുമ്പോൾ നമ്മൾ ടാക്ടിക്സ് മാറ്റണം. പിന്നെ എയർ ബോൾ നമ്മൾ കളിക്കണം, ഗ്രൗണ്ട് ബോളിലേക്ക് ആക്കണം. അപ്പം റാഫി വിൻ ചെയ്തുകൊണ്ടിരുന്ന ബോളൊക്കെ അവർ അത് അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ടുണ്ട്. കാരണം റാഫി എല്ലാം ബോൾ ജഡ്ജ് ചെയ്ത് നമ്മൾ ഹെഡ് ചെയ്ത് പാസ്സാക്കുമായിരുന്നു. ഒരു നമ്മുടെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജിതിൻ ചേട്ടാ ഹെഡർ ബോൾസ് കൊണ്ട് മാത്രം കളി ജയിക്കില്ലല്ലോ എന്ന്. പക്ഷേ റാഫിയുടെ ടീമിലെ റോൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കിക്ക് വരുന്നതെല്ലാം വിൻ ചെയ്യുക. നമ്മളെല്ലാം വിൻ ചെയ്യണമായിരുന്നു. മിക്കതും ഒരു 70% ഗോൾ കിക്സ് നമ്മൾ വിൻ ചെയ്യണമായിരുന്നു. അത് ഭയങ്കര കൂടിയ റേറ്റാണ്. സോ റാഫി വാസ് പ്ലേയിങ് എ ഗ്രേറ്റ് റോൾ. ആ ഒരു വിന്നിങ്ങിൽ നമ്മൾ എന്തോരം കുറേ അറ്റാക്ക് വന്നിട്ടുണ്ട്. സോ റാഫി വാസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ബട്ട് റാഫി സ്റ്റാമിന ഇല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാമിന ഇല്ലാത്തൊരു പ്ലെയറാണ് റാഫി. സ്റ്റാമിനയിൽ വർക്കൗട്ട് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേരളയിലുള്ള നമ്മൾ വിജയിച്ച മാച്ച് മുംബൈ FCക്കെതിരെയുള്ള മാച്ച് ഇത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫെൻസ് വളരെ ഡീപ്പായിട്ടെന്ന് വെച്ചാൽ, അതായത് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. പക്ഷെ അവരത് യൂട്ടിലൈസ് ചെയ്തില്ല. പൂനെ യൂട്ടിലൈസ് ചെയ്തില്ല. നമ്മൾ ഡീപ്പായിട്ടാണ് ഡിഫെൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനപ്പോൾ റൂണിനോട് ഫസ്റ്റ് ഹാഫിൻ്റെ ബ്രേക്കിൽ പറയുകയും ചെയ്തു, ഡീപ്പായിട്ടാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യണത്. അത് സെക്കൻഡ് ഹാഫിൽ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ മിഡ്ഫീൽഡും ഡിഫെൻസും ഇടയിൽ നല്ലൊരു ഗ്യാപ്പ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ ഗ്യാപ്പിലായിരുന്നു പൂനെ കളിച്ചുകൊണ്ടിരുന്നതും. അതങ്ങനെയാണ് പൂനെ ആ
ഗ്യാപ്പിൽ കളിച്ചാണ് പൂനെ ആ വീണ്ടും താളത്തിലേക്ക് തിരിച്ചെത്തിയത്. സോ ദാറ്റ് വാസ് വൺ ബിഗ് പ്രോബ്ലം. ഇച്ചിരി കൂടെ കോമ്പാക്റ്റ് ആക്കണമായിരുന്നു. ഡിഫൻസ് മിഡ്ഫീൽഡ് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആക്കിയിട്ട് അവിടെ സ്പേസ് കുറച്ചിട്ട് ബോൾ വിൻ ചെയ്യണമായിരുന്നു. മേ ബി പൂനെ എന്താണ് ആ ത്രൂ ബോൾസ് ഒക്കെ പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. റൂണി ജസ്റ്റ് ക്യാരി ഓൺ, ഐ വിൽ കം നൗ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ എൻജോയ് ഇറങ്ങിയായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അല്ല സോറി എൻജോയ് അല്ല മാറി, സോറി ക്ഷമിക്കണം. നമ്മുടെ ഡിഡിയർ ബോറിസ് കഡിയോ ഇറങ്ങിയായിരുന്നു. കഡിയോ എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ് പ്ലെയറാണ്. ഭയങ്കര അഗ്രസീവായിട്ടുള്ള പ്ലെയർ. ഓപ്പോസിറ്റ് ടീമിന് മനസ്സിലായി ഓൾറെഡി. ഓപ്പോസിറ്റ് ടീമിൽ കഡിയോ ഇറങ്ങി കഡിയോനെ ഫ്രീ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമെന്ന് മനസ്സിലായി. കാരണം കഡിയോനെ 3 പേരൊക്കെ വെച്ച് പൂട്ടിയ അവസ്ഥയാണ്. സോ കഡിയോന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നല്ല നല്ല പാസുകൾ കൊടുത്തു. പിന്നെ ഫാറൂഖിൻ്റെ കാര്യം എക്സ്പീരിയൻസ് ഇല്ലാത്തത്. പിന്നെ നമ്മുടെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മാച്ചിൽ നമുക്ക് ലോസ് എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഗോൾ ഹെൻബർട്ടിൻ്റെ കാലിൽ നിന്നും കൊടുത്ത 50 എന്ന് പറയുന്ന ഫസ്റ്റ് ഗോൾ, ഹെൻബർട്ടിൻ്റെ ഫസ്റ്റ് ഗോൾ. ഓ ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. നല്ലൊരു സ്ട്രൈക്കായിരുന്നു. റിക്കഷയിൽ ബോള് പോസ്റ്റിൽ ഹെങ്ബർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ, ഗോളിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹെങ്ബർട്ട് ഫിനിഷ് വെരി ഗുഡ്. നമ്മുടെ അതൊരു ലക്കി കോൺട്രാന്ന് തോന്നുന്നു പോസ്റ്റിന്. പിന്നെ മേത്താബിൻ്റെ ഒരു ഷൂട്ട് ബോൾ തൊട്ടില്ലെന്ന് പറയുന്നത് ദാറ്റ് വാസ് റിയലി ഗുഡ്. രണ്ടാമത് മേത്താബ് അതേപോലെ തന്നെ അടിക്കാൻ നോക്കി, പക്ഷേ പവർ ഉണ്ടായതില്ല. പക്ഷെ നല്ലൊരു റണ്ണാണ് ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ പോയതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ സ്ഥിരം ഒരു വ്യൂവറെ വിളിച്ചാണ്, ഷെഫീഖ് അബുദാബി. സോ പുള്ളി ചോദിച്ചു നമ്മൾ കളി ഡ്രോ ആയല്ലേ എന്ന് വെച്ചാൽ പുള്ളി അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഓക്കെ. സോ ലെറ്റ് മീ കം ബാക്ക് ടു മൈ പോയിന്റ്. ആ ഒരു ഗ്യാപ്പ് വളരെ ഒരു പ്രശ്നമായിപ്പോയി നമുക്ക്. ആ ഗ്യാപ്പ് നമ്മൾ ശരിക്കും ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള മറ്റേ ഗ്യാപ്പ് ഭയങ്കര, അതാ ഞാൻ പറഞ്ഞു. ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഭയങ്കര അവിടെ പൂനെനെ ആ ഗ്യാപ്പിൽ കളിക്കാൻ നമ്മൾ അനുവദിച്ചു. ഡിഫൻഡേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ? പിന്നെ ഡിഫൻഡേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് സെക്കൻഡ് ഹാഫിൽ ഇല്ല. സെക്കൻഡ് ഹാഫിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കോമ്പാക്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ വിങ്ങിലൂടെ, എനിക്ക് തോന്നണം അതാന്ന് തോന്നുന്നു. നമ്മൾ സെക്കൻഡ് ഹാഫിൽ ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര കോമ്പാക്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു വിങ്ങിൽ കൂടെ അറ്റാക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവർ ഗ്യാപ്പ് കൂട്ടിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ചെയ്യാനത്തെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെ കറക്റ്റ് പൊസിഷനിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഡിഫെൻസിനെ സഹായിക്കാൻ വേണ്ടി വരണം. നമുക്ക് 3 ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. കഡിയോ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഉണ്ടായിരുന്നു, മെഹ്താബ് ഉണ്ടായിരുന്നു. 3 ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സാണ്. അപ്പം ബട്ട് സ്റ്റിൽ ദേ 3 were ലൈക്ക് കോൺസെൻട്രേറ്റഡ് ഓൺ അറ്റാക്ക്. എല്ലാവർക്കും മെഹ്താബ് അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അറ്റാക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആ പൊസിഷനിൽ വളരെയധികം അത്യാവശ്യമാണ്. അവിടെ നിന്ന് ആ പൊസിഷനിൽ നിന്ന് അറ്റാക്കിലേക്ക് മേത്താബിൻ്റെ ഈ ഗെയിമിലെ ഫോൾട്ടായിട്ട് ഞാനതാ പറയുന്നത്. ആ ഒരു അറ്റാക്ക് മേത്താബ് കീപ്പ് ചെയ്യണമായിരുന്നു. കീപ്പ് ചെയ്തതായിരുന്നു. മേത്താബ് ഇച്ചിരി കൂടെ പൊസിഷനിൽ വരുന്നത്. എല്ലാവർക്കും മേത്താബ് കയറി അറ്റാക്ക് ചെയ്യണം, കുറച്ചും കൂടെ ഫോർവേഡ് പാസസ് കൊടുക്കണം. ഹി വാസ് ഡൂയിങ് ദാറ്റ് ദിസ് മാച്ച്. പക്ഷേ മേത്താബ് അറ്റാക്ക് ചെയ്ത് അത് his role is not that. His role is to support defense. Second half he was not supporting defense. He should have stayed back and he shouldn't have gone to attack. Defense support ചെയ്യണമായിരുന്നു. സോ ദാറ്റ് വാസ് ഇൻ ഹാപ്പനിങ്. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ അവരുടെ ഗോൾ എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഹ്യൂസിന്റെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് അതെ മിക്ക ഗോൾസും ഡിഫ്ലക്ഷൻ. നമ്മുടെ എല്ലാ ഡിഫ്ലക്ഷൻ 3 ഗോൾ നമ്മൾ വഴങ്ങി. 3ഉം ലക്കിന് അവർക്ക് അടിച്ച് കയറിയ ഗോൾ. ഒരു നല്ല ഗോൾ അവർക്കെതിരെ സ്കോർ ചെയ്ത് ഞാൻ അടിക്കും, കൈ അടിക്കും. അവർ നല്ലൊരു ഗോൾ സ്കോർ ചെയ്ത് ഇഫ് ഐ സീ എ ഗുഡ് ഫുട്ബോൾ ഞാൻ കൈ അടിക്കും. പക്ഷെ അവർ നല്ലൊരു ഗോൾ നമുക്കെതിരെ സ്കോർ ചെയ്തില്ല. അതൊരു നൻസിയുടെ കയ്യിൽ വന്ന ബോളായിരുന്നു ഡിഫ്ലക്ഷൻ വന്നത്. കറക്റ്റ് സെൻട്രലിൽ അടിച്ച ബോളായിരുന്നു. ഹ്യൂസിന്റെ ടൈസിൽ കൊണ്ട് ഡിഫ്ലക്റ്റഡ് ആയി. ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത സ്കോർ 2-1 ആയിരുന്നു. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് 3-0 ആയിരുന്നു. 1-1. പക്ഷേ ഫസ്റ്റ് ഹാഫ് കളി കണ്ടപ്പോൾ ഞാൻ തോന്നി എനിക്ക് 3-0 ആണോ. കാരണം നമ്മൾ ഗെയിം ഫുൾ ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് ആ ഗ്യാപ്പ് ഇടണം, മിഡ്ഫീൽഡേഴ്സിൻ്റെ ലൈനും ഡിഫൻഡേഴ്സിൻ്റെ ലൈനും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഇടണത് എനിക്കൊരു പ്രശ്നമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ മേത്താബ് ഹുസൈൻ അറ്റാക്കിൽ കയറി പോയപ്പോഴത്തേക്ക് അത് പൂർത്തിയായി. ഗ്യാപ്പ് കുറച്ചും കൂടെ വലുതായി. സോ അവരത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. കോച്ച്, അവരുടെ കോച്ചിന് ഹാറ്റ്സ് ഓഫ് ടു ദെയർ കോച്ച്, ബിക്കോസ് ദേ ഫൗണ്ട് ദാറ്റ്
ലൂപ്പ് ഹോൾ ഇൻ ആർ ഡിഫെൻസ്. സെക്കൻഡ് ഹാഫിൽ അവർ താളം അങ്ങനെ കണ്ടെത്തി, അങ്ങനെ നമ്മൾ കുറേ അവിടെ ഒരു ഫൗൾ ചെയ്തു. ആ ഫൗളിൽ പിന്നെ നമ്മൾ ലൈൻ ഇടാൻ നേരത്ത് ഇപ്പം എന്താ പറയുന്നത്, ഫ്രീ കിക്കിൻ്റെ ലൈനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് ഇട്ടു. എന്താ നമ്മളങ്ങനെ ഡീപ്പായിട്ട് ഇത്രയും നാളങ്ങനെ നമ്മൾ ഡീപ്പായിട്ട് ചെയ്യേണ്ടായിരുന്നില്ല. കോച്ച് എന്തോ പെട്ടെന്ന് ലൈനെല്ലാം ഡീപ്പായിട്ട് ഇട്ട് അത് ഭയങ്കര ആ ലൈൻ ഡീപ്പായിട്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ ആ ഷൂട്ടിന് ബ്ലോക്ക് നമ്മൾ കുറച്ചുകൂടെ ക്ലോസറായിട്ട് പോയാൽ. ഡിഫെൻസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഷൂട്ട് വരാത്ത ക്ലോസറായിട്ട് ബ്ലോക്ക് വേണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഡിഫ്ലക്ഷനൊക്കെ വരും. അപ്പോൾ ആ ഷൂട്ട് ചെയ്ത പ്ലെയറിന് ക്ലോസർ ആയിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു അവസരം. അവരുടെ ടാറ്റൂന് ഒരു റിക്കഷയിൽ വന്നൊരു സാധനം ടാറ്റു അടിപൊളി വോളിയിൽ കൊടുത്തത്, അതും ക്ലോസിങ് ചെയ്യേണ്ടായിരുന്നില്ല. സോ ദർ ആർ ലൈക്ക് ഫ്യൂ പ്രോബ്ലംസ് ഇൻ ഡിഫെൻസ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ. ഇത്രയും നാൾ ഡിഫെൻസിൽ ആ ഫസ്റ്റ് മാച്ചിൽ മാത്രം ഈ ഷാക്കിനെ ഇറക്കിയ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡിഫെൻസിൽ നമ്മൾ മെച്ചപ്പെട്ടതായിരുന്നു. പിന്നെ ദിസ് മാച്ച് ദ ടാക്ടിക്സ് വെൻ റോങ്. ഐ ഡോണ്ട് സേ ലൈക്ക് ഇൻഡിവിജ്വലി ഡിഫെൻസ് ബാഡ് ആയിരുന്നു എന്ന് ഞാൻ പറയില്ല. ദ ടാക്ടിക്സ് വെൻ റോങ് വിത്ത് സെറ്റിംഗ് ദ ലൈൻ ഡീപ്പർ ആൻഡ് മേഹ്താബ് ഹുസൈനോട് കയറി അറ്റാക്ക് ചെയ്യാൻ ചുമതല കൊടുത്തതിലും ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. മേഹ്താബ് ഹുസൈൻ ഷുഡ് സ്റ്റേ ഇൻ ഹിസ് പൊസിഷൻ. ഹി ഷുഡ് സപ്പോർട്ട് ദ ഡിഫെൻസ് ബിക്കോസ് ഹി വാസ് വൺ thriving force in our making our defense excellent. നമ്മുടെ ഡിഫെൻസ് നന്നാക്കി നിർത്തുന്നതിൽ മേഹ്താബ് ഹുസൈൻ ഒരു ത്രൈവിങ് ഫോഴ്സ് ആയിരുന്നു. ഹി വാസ് ഗോയിങ് അറ്റാക്ക് ആൻഡ് ദാറ്റ്സ് ഹൗ ദേ പ്ലേഡ് ആ ഒരു ഏരിയയിൽ കളിച്ചത്. പിന്നെ റാഫി ഓൾസോ വാസ് ഗുഡ്. നിങ്ങളെല്ലാവരും റാഫിനെ ചീത്ത പറയും, ഞാനും ചീത്ത പറയും. റാഫിക്ക് സ്റ്റാമിന ഒന്നുമില്ല, പക്ഷേ റാഫി വാസ് റിയലി ഗുഡ് വിത്ത് all the balls, winning all the balls in the air and passing the ball. പിന്നെ മേഹ്താബിന് കൊടുത്ത ആ ബോൾ, ഇറ്റ് വാസ് ലൈക്ക് പീപ്പിൾ മൈറ്റ് ആർഗ്യൂ അത് ആ കയറി റൺ നടത്തിയ പ്ലെയറിനെ തന്നെ കൊടുത്താൽ പോരെയെന്ന് പീപ്പിൾ മൈറ്റ് ആർഗ്യൂ, ബട്ട് ദാറ്റ് വാസ് എ റിസ്ക് പാസ്. even though that was like if it is a creative pass also, മേഹ്താബിൻ്റെ അടി ഗോളിന് ജസ്റ്റിനാണ് മിസ്സായത്. സോ ഐ തിങ്ക് റാഫി did really good for that assist over there and Rafi was playing good except for like 90 minutes വരെ റാഫിക്ക് കളിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. So my analysis is that and we should have won the match. Yes. We should have won the match. 60th minute we went down on intensity. അതൊരു പ്രോബ്ലം. കോച്ച് കുറച്ചും കൂടെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമായിരുന്നു. മേ ബി ദാറ്റ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ ഒരിച്ചിരി ലേറ്റ് ആയിപ്പോയി. സോ ആ ഇന്റൻസിറ്റി പ്ലേയേഴ്സിന് ജർമ്മനും സ്റ്റാമിനയിലെന്ന് തോന്നുന്നു. കാരണം ജർമ്മൻ എന്തോ പരിക്കുണ്ടെന്ന് തോന്നുന്നു. എന്തോ പരിക്കുണ്ട്. ജർമ്മൻ ഇസ് നോട്ട് റണ്ണിങ് ലൈക്ക് ഹി വാസ് റണ്ണിങ് ലാസ്റ്റ് സീസണിൽ ഓടിയ പോലെ അല്ല ഈ സീസണിൽ. പുള്ളി വേണോ വേണ്ടോ ഒരു ഹെസിറ്റന്റ് മോഡിലാണ് ഓടുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് മൈ റിവ്യൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഐ എം ലൈക്ക് ഐ ഡോണ്ട് നോ. ഇനി മാഞ്ചസ്റ്ററിൻ്റെ മാച്ച് രാത്രി എടുത്ത് കാണണം 12. ഞാനാണെങ്കിൽ ഈയിടെയായിട്ട് ഉറക്കം കുറവാണ്. അപ്പം കണ്ണിൻ്റെ അടിയിലുണ്ട്, അത് കണ്ടാലേ പറഞ്ഞു. എൻ്റെ കണ്ണിൻ്റെ അടിയിലുണ്ടോ? ചെറുതായിട്ട് വീർത്തിരിക്കണം, പക്ഷെ എൻ്റെ കുഴിഞ്ഞിരിക്കണ്ടത് ഉറക്കം കാണാനുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത മാച്ചിന് കാണാം. ഓക്കെ, ചെറുതൻ ബൈ. നമ്മൾ ജയിക്കേണ്ട കളിയായിരുന്നു. പിന്നെ നമ്മൾ played good in the first half. Second half to the end we played good. We deserved a goal. We did not get a goal. But things happen and about like referees നെ കുറിച്ചും എന്ത് റെഫറീസ് ചോപ്രയ്ക്ക് യെല്ലോ കാർഡ് കൊടുത്തപ്പോൾ വാട്ട് ഫോർ ചോദിച്ചു. വാട്ട് ഫോർ എന്ന് വെച്ചിട്ട് റെഫറി ഒന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. He could have said if it was a reckless challenge, he could have said it is a reckless challenge. അല്ലെങ്കിൽ if it was വേറെ എന്തെങ്കിലും ചോപ്രയുടെ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ആണെങ്കിൽ ഡിസെൻറ്റ് മൗത്തിലെ ഡിസെൻറ്റ് എന്നൊക്കെ പറയുന്നത്. he was not giving any answer. I don't know. So and we are waiting for 2 celebrities. ജിജിൻ ആൻഡ് ഉണ്ണിക്കുട്ടൻ ഞങ്ങളുടെ ആദ്യത്തെ മാച്ചിൽ കണ്ടു കാണും. ഐ മീൻ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു കാണും. സോ ദേ ആർ കമ്മിങ് ബാക്ക്. അവർ പരോളിലിറങ്ങി അവരുടെ അത് കഴിഞ്ഞു പറഞ്ഞാൽ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു തരാം. സോ ദേ ആർ കമ്മിങ് 10 o'clock എത്തും. ഇപ്പം 9 o'clock ആയിട്ടുള്ളൂ. സോ റൈറ്റ്. So 9:13. 9:30. Okay. So till the next match we'll see you. Bye. I love you guys. Keep subscribing. And the tonda vadilla, please pray for my throat. And bye. Yes.